Hey guys, welcome back to Beyond Tech Travel. സ്റ്റിൽ നമ്മൾ കോയമ്പത്തൂർ പാലക്കാട് എലാൻഡി റോഡിൽ തന്നെയാണ്. നല്ല സീനിക് സൺസെറ്റ് ആണ്. ഞാനൊരു ഷോർട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ചാനലിൽ ഇട്ടേക്കാം. പ്ലീസ് ചെക്ക് ഔട്ട്. അധികം തിരക്കില്ല റോഡിൽ, ബട്ട് സ്റ്റിൽ ഒരു ലോങ് സ്ട്രെച്ച് ആണ്. ഗൈസ്, നമ്മൾ പെട്ടിരിക്കുകയാണ്. പെട്രോളാണ് ഇപ്പോഴത്തെ ഒരു ചലഞ്ച്. കുറേ നേരം കൊണ്ട് ബ്ലിങ്ക് തുടങ്ങി. ലോ ഫ്യൂവലാണ് കാണിക്കുന്നത്. ഇനി ഒരു 30-20 കിലോമീറ്റേഴ്സ് പോവായിരിക്കും, പക്ഷെ അറിയില്ല. ആക്ച്വലി ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങുമ്പം ഫുൾ ടാങ്ക് അടിച്ചതായിരുന്നു, പക്ഷെ അത് 2-3 ദിവസം മുന്നേ ആയിരുന്നു. അപ്പോൾ നോർമലി ഞാൻ ഇറങ്ങുമ്പോൾ തന്നെ അടിക്കുവാണെങ്കിൽ ഇത് ഈസി ആയിട്ട് ബോർഡർ വരെ എത്തുന്നതാണ്. അപ്പൊ ഇത്തവണ ഞാൻ 2-3 ദിവസം ബാംഗ്ലൂർ ലോക്കൽ കുറെ ഓടിയത് കൊണ്ടായിരിക്കും ഇപ്പം ഇത് എവിടെ വരെ എത്തും എന്നറിയില്ല. സ്ട്രെയിറ്റ് ഒരു പമ്പ് കാണുന്നുണ്ട്, ഇന്ത്യൻ ഓയിലാണ്. ബട്ട് ഞാൻ കരുതി നമുക്ക് ജിയോയിൽ നിന്ന് അടിക്കാന്ന്. ബോർഡറിന് മുന്നേ ഒരു ജിയോ പമ്പ് ഉണ്ട് ലെഫ്റ്റ് സൈഡ് തന്നെ. അപ്പം ജിയോയുടെ പമ്പ് പെട്രോൾ നല്ലതാണെന്ന് തോന്നുന്നു. നമുക്കിത് സ്കിപ്പ് ചെയ്യാം. നമുക്ക് ജിയോയിൽ നിന്ന് അടിക്കാം. GLS ആണെന്ന് തോന്നുന്നു ക്രോസ് ചെയ്തു. നിങ്ങൾക്ക് സ്ട്രെയിറ്റ് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. വെസ്റ്റേൺ കട്ട്സ് ഒക്കെ നമുക്ക് കാണാം. ആക്ച്വലി സൺസെറ്റ് ആണ്. നല്ല ഹെവി സൺസെറ്റ് ആയിരുന്നു. നല്ല സീനിക് സൺസെറ്റ് ആയിരുന്നു. ഒരു ലോങ് സ്ട്രെച്ച് ആണ് ആക്ച്വലി. നമ്മളിപ്പം എലാൻഡി റോഡ് കഴിഞ്ഞു. വീണ്ടും 4 ലൈൻ ഹൈവേ ആയി. ഇനി നമുക്ക് ബോർഡർ വരെ ഇങ്ങനെയാണ്. ത്രോട്ടിലോട് നോക്കാം. അധികം ത്രോട്ടിൽ കൊടുക്കാൻ കഴിയുന്നില്ല, കാര്യം നമുക്ക് പെട്രോൾ ഇല്ലാത്തതുകൊണ്ട്. നമ്മൾ ചിലപ്പം കുട്ടിങ്ങിയാലോ. എനിക്ക് നോർമലി ഒരു 30-31 ഒക്കെ മൈലേജ് കിട്ടും ഹൈവേയിൽ. അപ്പം നിങ്ങൾക്ക് എത്ര മൈലേജ് കിട്ടും എന്നുള്ളത് കമന്റ് ചെയ്യുക. നമുക്ക് നോക്കാം നമ്മൾ ജിയോ വരെ എത്തുമെന്നുള്ളത്. ഇനിയൊരു 20-30 കിലോമീറ്റേഴ്സ് നമ്മൾ പോവായിരിക്കും കറണ്ട് ഫ്യൂവൽ ലെവൽ വെച്ചിട്ട്. നോക്കാം. അതിനു മുന്നേ നമുക്ക് പമ്പ് വേണമെങ്കിൽ കയറാം, അല്ലെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാം എവിടെ വരെ പോകുന്നുള്ളത് നോക്കാം. വീണ്ടും ഒരു പമ്പ് ക്രോസ് ചെയ്തു. എനിക്ക് തോന്നുന്നത് ഭാരത് പെട്രോളിയമാണ്. സ്ട്രെയിറ്റ് റോഡാണിത് ആക്ച്വലി. നമുക്കിനി അങ്ങ് വരെ ഇതേപോലെ തന്നെയാണ്. കുറച്ചുകൂടെ പോയി നോക്കാം. ജിയോ കണ്ടില്ലെങ്കിൽ നമുക്ക് വേറെ ഏതേലും പമ്പിൽ വേണേൽ കയറി അടിക്കാം. അറിയില്ല നമ്മള്. ഓക്കെ, നമ്മൾ RTO ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. ഇത് തമിഴ്നാടിന്റെ RTO ചെക്ക് പോസ്റ്റ് ആണ്. അപ്പോൾ ലോറി, ഹെവി ലോഡ് വെഹിക്കിൾസ് എല്ലാം ഇവരുടെ ചെക്ക് ചെയ്യും. പ്രൈവറ്റ് വെഹിക്കിൾസിനൊന്നും ഒരു പ്രശ്നമില്ല. വീണ്ടും ഒരു പമ്പുണ്ട്, HP ആണ്. നമുക്കിതും സ്കിപ്പ് ചെയ്യാം. ലെറ്റ് സി നമുക്ക് ജിയോ കിട്ടുമോ എന്നുള്ളത് നോക്കാം, അല്ലെങ്കിൽ നമ്മൾ ഉന്തണ്ടി വരുമോ എന്നുള്ളത് നോക്കാം. ഇനിയൊരു 10-20 കിലോമീറ്റേഴ്സ് വരെ പോവായിരിക്കും ഗൈസ്. അപ്പോ സീൻ വരത്തില്ലായിരിക്കും. അറിയത്തില്ല. നമുക്ക് ഇനിയും കുറച്ചുകൂടി ഉണ്ട് ആക്ച്വലി ബോർഡർ വരെ എത്താൻ. ജിയോ പമ്പ് ബോർഡറിന് അടുത്താണ് ആക്ച്വലി. ലെറ്റ് സി MT റോഡാണ്, അധികം തിരക്കൊന്നുമില്ല. ഈവനിങ് ആയതുകൊണ്ടായിരിക്കും, അറിയില്ല. നെക്സ്റ്റ് പമ്പിൽ വേണേ നമുക്ക് കേറാം. വെറുതെ റിസ്ക് എടുക്കണം. നോക്കട്ടെ, നമുക്ക് അടുത്ത പമ്പ് ഏതാന്ന് വെച്ചാൽ അവിടെ കയറാം. ഓക്കെ, അടുത്ത പമ്പിൽ നമ്മൾ കയറുന്നതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ റിസ്ക് ആവും. ഹെവി ലോഡുണ്ട് വണ്ടിയിൽ. അപ്പം നമ്മൾ അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടുപോകും.
നോക്കാം. പമ്പൊന്നും കാണുന്നില്ലല്ലോ. നീ ഇല്ലേ? ഉണ്ട്, ഞാൻ നേരത്തെ അടിച്ചിട്ടുണ്ട്. ഞാൻ നോർമലി ഇന്ത്യൻ ഓയിലും ജിയോ ആണ് അടിക്കുന്നത്. ഞാൻ HP-യും ഭാരത് പെട്രോളിയം അങ്ങനെ ചൂസ് ചെയ്യാറില്ല. നിങ്ങൾ ഏത് ഫ്യൂൽ അടിക്കുന്നതെന്നുള്ളത് കമന്റ് ചെയ്യും. വെസ്റ്റേൺ ഗട്ട്സ് കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ ടൈമില്. പ്ലേറ്റ് റൈറ്റ് സൈഡിൽ നിന്ന് പോക്കെ കാണാം. അടുത്ത പമ്പിൽ നമ്മൾ കയറും. ഓക്കെ, ജിയോ ആണെങ്കിൽ കൊള്ളാമായിരുന്നു. വേറെ തെങ്ങുകളുണ്ട് ഈ റൂട്ടില്. പെട്രോൾ ഇല്ല ഗൈസ്, പെട്രോൾ ഇല്ല. കുടുങ്ങോ? ബ്ലിങ്കിങ് ആണ്. ഓ ഷിറ്റ്. അടുത്തത് ജിയോ അല്ലാന്ന് തോന്നുന്നു. പമ്പല്ല. ഇന്ത്യൻ ഓയിലാണ്. നമുക്ക് വേണ്ട. നമുക്ക് ജിയോ, നമ്മൾ ജിയോ പിടിക്കും. ഇനിയും ജിയോ കണ്ടില്ലെങ്കിൽ നമ്മൾ അടിക്കുന്നതാണ്. 10 കിലോമീറ്റേഴ്സ് കൂടെ എന്തായാലും ഈസി ആയിട്ട് പോകും. നോക്കാം, അല്ലെങ്കിൽ നമുക്ക് നോക്കാലോ. ഓ യെസ്, ജിയോ കണ്ടു ഗൈസ്. ജിയോ കിട്ടി. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഫുൾ ടാങ്ക് അടിച്ചിട്ട് കേരളത്തിൽ പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുന്ന് ഫുൾ ടാങ്ക് അടിച്ചിട്ട് പോവാം. ഞാന് റൈനോക്സിന്റെ ഒരു ടാങ്ക് ബാഗാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ ഈ പെട്രോൾ അടിക്കാൻ വരുമ്പം നമ്മൾ ഈ ടാങ്ക് ബാഗ് ഒരു പ്രശ്നമാണ്. നമ്മൾ അതിനെ ആക്ച്വലി മാറ്റണം. അത് ടൈ ചെയ്തിട്ടുണ്ട് ഫ്രണ്ടില്. അത് നമ്മൾ ഒന്ന് ലൂസ് ആക്കിയിട്ട് ബാക്കിലോട്ട് പുള്ള് ചെയ്താൽ മതി. അപ്പം ആ ഫ്യൂൽ ടാങ്കിന്റെ ഭാഗം നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഞാനിപ്പോ കാണിച്ചു തരാം. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രണ്ടില് ലൂസ് ആക്കിയിട്ട് ബാക്കിലോട്ട് പുള്ള് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ ലൂസ് ആക്കുക. കുറച്ച് ടൈറ്റ് ആണ്. ലൂസ് ആക്കിയിട്ട് നേരെ ബാക്കിലോട്ട് പുള്ള് ചെയ്യുക. നമുക്ക് ടാങ്ക് ഓപ്പൺ ആക്കാം. ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ പെട്രോൾ അടിച്ചു. സ്ട്രെയിറ്റ് പോയാൽ ഇല്ല, നമുക്ക് തിരിച്ചു പോകണം. നമുക്ക് അവിടെ എൻട്രി ഇല്ല ഹൈവേയിലോട്ട്. അപ്പൊ നമുക്ക് തിരിച്ചു പോയി അവിടുന്ന് ഹൈവേയിൽ എൻട്രി ചെയ്യണം. നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചു. ഇനി നമുക്ക് ഈസി ആയിട്ട് കേരളത്തിലും കുറച്ച് ഓടി മേ ബി ഒരു 500 റുപ്പീസിന് അടിക്കേണ്ടി വരും തിരിച്ച് ഇവിടെ വരെ എത്താൻ. ബ്യൂട്ടിഫുൾ സ്കൈ ഗൈസ്, കളർഫുൾ ആണ്. നിങ്ങൾക്ക് എത്രത്തോളം അത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. സീനിക്, നൈസ്. ഈ ട്രിപ്പിൽ ആകെ നമുക്ക് ഒരു നല്ല കാര്യം എന്നുള്ളത് നമുക്ക് ഇങ്ങനെ ഒരു സീനിക് സൺസെറ്റ് കിട്ടി എന്നുള്ളതാണ്. വേറെ ഒന്നും ഇല്ലായിരുന്നു. മൊത്തത്തിൽ ശോകമായിരുന്നു. ഫുൾ വെയിലായി, തളർന്നു. നമ്മൾ ഇവിടുത്തെ പെട്രോൾ അടിക്കാൻ കാര്യം, ഇവിടെ 102 ആണ് പെട്രോൾ പ്രൈസ്, 102 രൂപ. കേരളത്തിൽ എനിക്ക് തോന്നുന്നത് 104 ആണ്, അല്ല 106 ആണ് ആക്ച്വലി. സോ ഓൾമോസ്റ്റ് 4 റുപ്പീസ് പ്ലസ് ഡിഫറൻസ് ഉണ്ട് പെർ ലിറ്റർ. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഫുൾ ടാങ്ക്, അതാണ് നമ്മൾ ഇവിടുന്ന് ഫുൾ ടാങ്ക് അടിച്ചിട്ട് പോകുന്നത്. ഇനിയും നമുക്കൊരു ട്വിസ്റ്റ് എന്നുള്ളത് കേരളത്തില് കയറുമ്പോഴാണ്. ഇലക്ഷന്റെ ടൈം കൂടെ ഒക്കെ ആയതുകൊണ്ട്
കേരളത്തിൽ ആക്ച്വലി അവര് ഫുള്ള് ബാഗ് ഒക്കെ ചെക്ക് ചെയ്യും. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ പോലീസ് ചെക്കിംഗ് ഉണ്ട്, കാണും മിക്കവാറും മോസ്റ്റ്ലി. അവര് നമ്മുടെ ബാഗ് ഫുള്ള് ചെക്ക് ചെയ്യും. അപ്പൊ കുറെ ടൈം നമുക്ക് ലോസ് ആവും. അതാണ് ഒരു പ്രശ്നം, വേറെ കാര്യമൊന്നുമില്ല. ഓൾമോസ്റ്റ് ഒരു 30 മിനിറ്റ്സ് അവിടെ പോയി കിട്ടും. ലഗേജ് ഫുൾ അഴിച്ച് രണ്ടാമതെല്ലാം റീപാക്ക് ചെയ്ത് എല്ലാം ടൈ ചെയ്യണം. ചടങ്ങാണ്. ഫ്രണ്ടിലത്തെയും കുഴപ്പമില്ല, ടൈം ബാഗ്. ബാക്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ക്ലോ ബാഗാണ്, അപ്പൊ വയറ്റരയുടെ അത് ഫുൾ അഴിച്ച് അവര് ഫുള്ള് നോക്കും. ഞാൻ കഴിഞ്ഞ തവണ പോയപ്പോഴും ഇതേപോലെ ഫുൾ ചെക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പം ഫുള്ള് അഴിച്ചു നോക്കിയിട്ടാണ്. അപ്പോ ഈ തവണ ഇനി എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഓൾറെഡി ലേറ്റ് ആയി. ഓൾമോസ്റ്റ് 10-10:30 ആവുന്ന കാണിക്കുന്നത് എറണാകുളത്തെത്താൻ. അപ്പൊ ഇനി ഇവിടെ ഒരു 30 മിനിറ്റ്സ് പോയാൽ രോഗമായിരിക്കും. അങ്ങനെ നമ്മൾ കേരള ബോർഡർ എത്തി. ഇവിടെ ഒരു ജസ്റ്റ് ഒരു ബ്രിഡ്ജ് ഉണ്ട്, കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിലോട്ട് കയറും. ലേറ്റ് ആയി ഗൈസ്, ഓൾമോസ്റ്റ് സൺസെറ്റ് ഒക്കെ കഴിഞ്ഞ്. ഈ ബ്രിഡ്ജ് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ കേരളത്തിൽ കയറും. ചെക്കിംഗ് ഉണ്ടോന്ന് അറിയില്ല. യെസ്, കേരളത്തിൽ കയറി. കാണുന്നില്ല. ഓക്കെ, ചെക്കിംഗ് ഒന്നും ഇല്ല, സ്മൂത്ത്. അപ്പോൾ നമുക്കൊരു 30 മിനിറ്റ് സേവ് ചെയ്തു. ഇനിയുള്ള പ്രശ്നം ക്യാമറയാണ്. നിങ്ങൾക്കറിയാം കേരളത്തില് സ്പീഡ് ലിമിറ്റ് ബൈക്കിന് 60 ആണ്. അത് ഈവൻ NH ആണെങ്കിലും SH ആണെങ്കിലും 60 ആണ് ബൈക്കിന്റെ സ്പീഡ് ലിമിറ്റ്. ഫസ്റ്റ് ക്യാമറ ഇവിടെ തന്നെ ഉണ്ട്, ഫസ്റ്റ് ക്യാമറ. അപ്പൊ ക്യാമറയാണ് ഇവിടെ ഒരു പ്രശ്നം. അതുകൊണ്ട് നമുക്ക് ഇനി സ്പീഡിൽ പോകാൻ പറ്റില്ല, ലേറ്റ് ആയി. ഓക്കെ ഗൈസ്, നമ്മൾ സ്റ്റിൽ പാലക്കാട് തൃശ്ശൂർ റൂട്ട് തന്നെയാണിത്. നൈറ്റ് ആണ്, വിഷ്വൽസ് എല്ലാം വളരെ കുറവാണ്, ഒന്നും കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഞാൻ മോസ്റ്റ്ലി ക്യാമറ ഓഫ് ആക്കിയേക്കാണ്. അപ്പോ ഇതെങ്ങനെ കിട്ടുന്നെന്നുള്ളത് എനിക്കറിയില്ല. ലെറ്റ്സ് സീ. ഇപ്പൊ നൈറ്റ് വേറെ എക്സ്ട്രാ മോഡൊന്നും വെച്ചിട്ടില്ല. ഇതിന് ഒരു സൂപ്പർ നൈറ്റ് മോഡെന്ന് പറഞ്ഞിട്ട് കണ്ടുണ്ട്. അത് ഞാൻ ഓൺ ആക്കിയിട്ടൊന്നുമില്ല. ഇത് നോർമൽ മോഡിൽ തന്നെ ക്യാമറ ക്യാപ്ചറിങ് ആണ്. ടൈമില്ല, ഓൾമോസ്റ്റ് 10:30 ആവും നമ്മൾ ഇനി എത്താനും. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, നമ്മള് കുതിരാൻ എത്താറായി. തൃശ്ശൂർ കുതിരാൻ. നേരെ കാണുന്ന കുതിരാന്റെ എൻട്രൻസും എക്സിറ്റും ആണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ബൈക്കില് നൈറ്റിൽ കുതിരാനിൽ കയറുന്നത്. ഇതാണ് കുതിരാൻ ടണൽ, കേരളത്തിലെ ലോങ്സ്റ്റ് ടണലാണ്. ഓക്കെ, ഇവിടെ സ്പീഡ് ലിമിറ്റ് ഉണ്ട് ആക്ച്വലി. അപ്പം ലേറ്റ് ആയി. ഞാൻ വിചാരിച്ചു നമുക്ക് വീഡിയോ ഇവിടുന്ന് സ്റ്റോപ്പ് ചെയ്യാന്ന്. കാര്യം അങ്ങനെ വിഷ്വൽസ് ഒന്നും കിട്ടില്ല രാത്രി ആയതുകൊണ്ട്. ഞാനൊരു 10:30 ഒക്കെ ആകുമ്പോഴത്തേന് എറണാകുളം എത്തുമായിരിക്കും. ലേറ്റ് ആയി റൈഡ് സ്റ്റാർട്ട് ചെയ്തത്, അതാണ് പറ്റിയത്. നമുക്കിത് ഇവിടുന്ന് സ്റ്റോപ്പ് ചെയ്യാം ഫോർ ടുഡേ. So this is your Beyond Tech Travel. See you on next ride. Take care. Bye bye. Thank you for watching.